വിശ്വപരമാഷിനെ ഈ സഭയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത് ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ്. ഞാനതുകൊണ്ട് വലിയ കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലേക്കോ അങ്ങനെ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് രണ്ട് സംഭവങ്ങൾ, അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാമെന്ന് മാത്രമാണ് കരുതുന്നത്. ഒന്ന്, നമ്മുടെ ഈ എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിനോടനുബന്ധിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തപസ്യ സംഘടിപ്പിച്ചൊരു തുഞ്ചൻ ദിനാചരണ സഭയാണ്. അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ കാലഘട്ടത്തിലെ തുഞ്ചൻ ദിനാചരണം ഒരു വലിയ വിവാദത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് കേരളത്തിൽ നടന്നിരുന്നത്. ആ വിവാദത്തിൻ്റെ കാരണം ആ വർഷത്തെ തുഞ്ചത്ത് എഴുത്തച്ഛൻ പുരസ്കാരം കമലാ സുരയ്യയ്ക്ക് നൽകി എന്നുള്ളതായി. കമലാ സുരയ്യയ്ക്ക് അവാർഡ് നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട് മാന്യ പരമേശ്വർജി ഉയർത്തിയ വിമർശനങ്ങൾ, തപസ്യ ഉന്നയിച്ച ആക്ഷേപങ്ങൾ, അതിനെതിരെ കേരളത്തിൻ്റെ ഏറ്റവും പ്രമുഖരായ സാംസ്കാരിക നായകർ വളരെ പരസ്യമായി നടത്തിയ, വളരെ രൂക്ഷമായി നടത്തിയ കടന്നാക്രമണങ്ങൾ, പ്രത്യേകിച്ച് പരമേശ്വർജിയൊക്കെ അടക്കം നേരിട്ട് ആക്രമിച്ചുകൊണ്ടുള്ള. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തവരിൽ ഡോക്ടർ സുകുമാർ അഴീക്കോട്, സക്കറിയ, MT വാസുദേവൻ നായർ തുടങ്ങിയിട്ടുള്ള വളരെ പ്രമുഖരായ ആളുകളൊക്കെ പോർനിലത്ത് നേരിട്ടിറങ്ങി നിന്ന് കമലാ സുരയ്യയ്ക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ തുഞ്ചൻ ദിനാചരണം സംഘടിപ്പിക്കുമ്പോൾ ആരായിരിക്കണം തുഞ്ചത്ത് എഴുത്തച്ഛനെ അനുസ്മരിച്ച് സംസാരിക്കേണ്ടത് എന്ന ആലോചന വന്നപ്പോൾ വിശ്വംഭരം മാഷ് പറഞ്ഞ പേര് ഡോക്ടർ സുകുമാർ അഴീക്കോട് എന്നതാണ്. അപ്പോൾ അന്ന് പലരും നെറ്റി വിളിച്ചു, സുകുമാർ അഴീക്കോടിനെയൊക്കെ എന്തിനാണ് വിളിക്കുന്നത്, അയാൾക്കെതിരെ നമ്മുടെ മുരളി പാറപ്പുറം മുരളിച്ചേട്ടൻ ജന്മഭൂമിയിൽ ചടകുഴിഞ്ഞ സിംഹം ഇരപിടിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ലേഖനമൊക്കെ എഴുതിക്കൊണ്ടിരുന്നൊരു കാലമാണ്. അപ്പോൾ അഴീക്കോടിനെ പോലൊരാളെയൊക്കെ, പരമേശ്വർജിയൊക്കെ ഇങ്ങനെ ആക്രമിക്കുന്ന ഒരാളെയൊക്കെ വിളിക്കണം എന്നൊക്കെയുള്ള ആശങ്കയുണ്ട്. പക്ഷെ എന്നാലും മാഷിൻ്റെ ഒരു തീരുമാനം, തപസ്യ മൊത്തത്തിലെടുത്തൊരു ആലോചന, തപസ്യയിൽ പ്രസംഗിക്കുക എന്നത് എൻ്റെ ആണ്ട് നേർച്ചയാണ് എന്ന് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ സുകുമാർ അഴീക്കോടിനെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ ക്ഷണിക്കുന്നു. അദ്ദേഹം സന്തോഷപൂർവ്വം ക്ഷണം സ്വീകരിക്കുന്നു. ചങ്ങമ്പുഴയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ആ സദസ്സിലേക്ക് അദ്ദേഹം വരുന്നു. അദ്ദേഹം ആ സമ്മേളനത്തിൽ നടത്തിയത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും സമുജ്വലമായ പ്രഭാഷണങ്ങളിലൊന്നാണ്. അദ്ദേഹം ആ പ്രഭാഷണം ആരംഭിച്ചത് എഴുത്തച്ഛനും ചങ്ങമ്പുഴയും എവിടെയൊക്കെയാണ് സംഗമിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. അതൊരു അതിശയകരമായ താരതമ്യ പഠനമായിരുന്നു അതിൽ നടത്തിയത്. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, എഴുത്തച്ഛൻ സർവ്വസാധാരണക്കാരുടെ വായനയ്ക്ക് ഉപകാരപ്പെട്ടില്ല, അത് ഈ പാരായണക്കാരുടെ വായനയ്ക്ക് വേണ്ടി ഉപകാരപ്പെട്ട ഗ്രന്ഥങ്ങളാണ്, മോക്ഷകവാടം കാത്തിരിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ് എഴുത്തച്ഛനിൽ നിന്നുണ്ടായത്. അതേസമയം ചങ്ങമ്പുഴ അദ്ദേഹത്തിൻ്റെ ലളിത കോമള പദാവലികൾ കൊണ്ട് സർവ്വസാധാരണക്കാരൻ്റെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയും ക്യാമ്പസുകൾ തൊട്ട് മനസ്സിൽ യുവത്വം സൂക്ഷിക്കുന്ന വൃദ്ധർ വരെ ചങ്ങമ്പുഴയെ ആഘോഷിക്കുകയും ചെയ്തു. അതിൻ്റെ കാരണം ഭാഷയിൽ എഴുത്തച്ഛൻ പുലർത്തിയ കഠിനമായ നിഷ്കർഷയും ഭാഷയിലുണ്ടായിരുന്ന ക്ലിഷ്ടതയും ചങ്ങമ്പുഴയുടെ ഭാഷയിലെ ലളിതവും സരളവുമായ ഒഴുക്കുമായിരുന്നു എന്നായിരുന്നു ഒരു നിരീക്ഷണം. നമ്മൾ ഭയന്നത് ആ സമ്മേളനത്തിൽ അദ്ദേഹം വിവാദത്തെക്കുറിച്ച് പരാമർശിക്കും എന്നാണ്. തുടക്കത്തിൽ അദ്ദേഹം വളരെ ശ്രദ്ധയോടെയാണ് ആ പ്രഭാഷണം മുന്നോട്ട് കൊണ്ടുപോയതെങ്കിലും ഇടയ്ക്ക് അദ്ദേഹം അതിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ പേരിൽ എന്തിനാണ് ഇപ്പോൾ വലിയ കോലാഹലം നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പി പരമേശ്വരനെ പോലെ ഒരാൾ ഇത്തരം വാദങ്ങൾ ഉയർത്തുന്നത് ബാലിശമല്ലേ എന്ന ചോദ്യങ്ങൾ അദ്ദേഹം ഉയർത്തിയിട്ട് നിറഞ്ഞ സദസ്സിനെ നോക്കി കൈകൂപ്പി അവിടെ ഇരുന്നു. അതിനുശേഷം സംസാരിച്ചത് വിശ്വംഭരൻ മാഷാണ്.
വിശ്വംഭരൻ മാഷ് വളരെ കുറഞ്ഞ വാക്കുകളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ആകെ അദ്ദേഹം എഴുത്തച്ഛനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അദ്ദേഹം ഈ വേദിയിലുണ്ടായിരുന്ന പ്രമുഖരെയൊക്കെ അഭിവാദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പരുക്കനെങ്കിലും താളസാന്ദ്രമായ ശബ്ദത്തിൽ അദ്ദേഹം തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ചില ഈരടികൾ ഉറക്ക ചൊല്ലി. നിറന്ന പീലികൾ നിരക്കവേ കുത്തി, നെറുകയിൽ കൂട്ടി തിറമുട് കെട്ടി, കരിമുകിലൊത്ത ചുകുരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും. കരിമുകിലൊത്ത പിന്നെ അങ്ങോട്ട് വരികൾ നനപ്പൊടിഞ്ഞൊരു മുടിയും പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വരികൾ ചൊല്ലി. എന്നിട്ട് അദ്ദേഹം സദസ്സിനോട് ചോദിച്ചു, ഇതിലേതെങ്കിലും വാക്കിൻ്റെ അർത്ഥം തിരയാൻ നിങ്ങൾ നിഘണ്ടു തേടി പോകേണ്ടതുണ്ടോ? അപ്പോൾ എല്ലാവരും ഇപ്പോൾ അടിച്ച ഒറ്റ കൈയാണെങ്കിൽ അന്ന് ഒരുപാട് കൈകളടിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഒരു കവിത ചൊല്ലി. ഞാൻ ഒരു കവിത കൂടി ചൊല്ലാം. മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലെ, നിന്നു ലളിതേ നീയൻ മുന്നിൽ നിർവൃതി തൻ പൊൻകതിർ പോലെ. ഇത്രയൊക്കെ ദേവനികേത ഹിരൺമയ മകുടം മേവീ ദൂരദ്യുതി വിതറി, പൊന്നിൻ കൊടിമര മുകളിൽ ശബളിക സന്നോജ്വലമൊരു കൊടിവാറി, നീലാരണ്യ നിചോള നിവേഷ്ടിത നീഹാരാദ്ര മഹാദ്രികളിൽ കാല്യന സജ്ജന കന്യക കനക കതിരുകൾ കൊണ്ടൊരു കണിവയ്ക്ക്, കതിരുതിരികിലും അദൃശ്യ ശരീരികൾ കാനന കാമത ദേവതകൾ, കലയുടെ കമ്പികൾ വീട്ടും മട്ടിൽ കളകളമിളകി കാടുകളിൽ. ഇതിലേതെങ്കിലും ഒരു വാക്ക് നിഘണ്ടുവില്ലാതെ നിങ്ങൾക്ക് മനസ്സിലാകുമോ? അപ്പോഴും കൈയടി വന്നു. അപ്പോൾ അദ്ദേഹം സദസ്സിനെ നോക്കി പറഞ്ഞു, പ്രശ്നം ഭാഷയുടെ ക്ലിഷ്ടതയോ ലാളിത്യമോ ആയിരുന്നില്ല, പ്രശ്നം എഴുത്തച്ഛനും ഉയർത്തിയ ആദർശവുമായിരുന്നു. അദ്ദേഹം തുടർന്ന് പറഞ്ഞതാണ്, മലയാള ഭാഷ വേശ്യാങ്കനമാരുടെ അംഗപ്രത്യംഗലാവണ്യത്തെ വർണ്ണിക്കുന്ന അധപ്പതന സാഹിത്യത്തിൻ്റെ മണിപ്രവാള സാഹിത്യത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയൊരു കാലഘട്ടത്തിൽ രാമസങ്കീർത്തനം കൊണ്ട് ശാരിക പൈതലിനെ കൊണ്ട് രാമകഥ പാടിച്ച് ധർമ്മത്തിൻ്റെ പാതയിലൂടെ ഭാഷയെ ഉയർത്തിക്കൊണ്ടുവന്ന എഴുത്തച്ഛനെ ആ അർത്ഥത്തിൽ സ്വീകരിക്കാൻ മടിച്ചിട്ടുള്ള കേരളത്തിൻ്റെ സാംസ്കാരിക നായക ലോകം ഇപ്പറഞ്ഞതുപോലെ എഴുത്തച്ഛൻ്റെ ഭാഷയ്ക്ക് ക്ലിഷ്ടതയുണ്ട്, കഠിനതയുണ്ട്, അത് സാധാരണക്കാരിലേക്ക് എത്തില്ല എന്നുള്ള വാദമുഖങ്ങൾ പണ്ടേ ഉയർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എഴുത്തച്ഛൻ പുരസ്കാരം കമലാസുരയ്ക്ക് കൊടുത്തതിലെ വിവാദം അത്തരം സാഹിത്യ നായകന്മാർക്ക് മനസ്സിലാകാത്തത് എന്നതിൻ്റെ ഉത്തരവും ഇതിലുണ്ട്. അന്നത്തെ അതേ ലാവണത്തിലാണ്, ഏത് ലാവണത്തിൽ? എഴുത്തച്ഛന് മുമ്പ് ഭാഷ ഏത് അധപ്പതനത്തിലാണോ കുമിഞ്ഞു കിടന്നിരുന്നത് അതേ ലാവണത്തിലാണ് ഇപ്പോഴും പ്രൗഢൻ നടിക്കുന്ന പല സാംസ്കാരിക നായകന്മാരുടെയും വാസം എന്നുള്ളത് കൊണ്ടാണ് ഈ ഭാഷാപിതാവിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം ഇങ്ങനെ കൈമാറപ്പെട്ടതിലെ അപകടം അവർക്ക് മനസ്സിലാകാത്തത് എന്ന് പറഞ്ഞു തീരുമ്പോൾ അഴീക്കോട് മാഷ് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു, അദ്ദേഹത്തെ തൊഴുതു, സദസ്സിനെ തൊഴുതു, എനിക്ക് പോകാൻ തിടുക്കമുണ്ട് എന്ന് പറഞ്ഞു. ഇത് ഒരു നിലപാട് പ്രഖ്യാപനമാണ്. അഴീക്കോട് മാഷ് ഇതിനു മുമ്പും വിശ്വംഭരൻ മാഷെ വിളിച്ചിട്ടുണ്ട്. അത് ഏത് സന്ദർഭമാണ്? അതും ഒരു വിവാദത്തിൻ്റെ കാലഘട്ടമാണ്. സാക്ഷാൽ എം പി വീരേന്ദ്രകുമാറുമായി അഴീക്കോട് കൊമ്പ് കോർത്തുകൊണ്ടിരുന്നൊരു കാലം. അഴീക്കോടിൻ്റെ തത്വമസി മോഷണമാണ് എന്ന് വീരേന്ദ്രകുമാർ പറഞ്ഞു നടന്നിരുന്നൊരു കാലത്ത് വീരേന്ദ്രകുമാറിനെ വെല്ലുവിളിച്ചുകൊണ്ട് അഴീക്കോട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഭാരതീയം എന്നൊരു പ്രഭാഷണ പരമ്പര നടത്തി. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. എറണാകുളത്തെ പ്രഭാഷണ പരമ്പര അദ്ദേഹം തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ ചില ആളുകൾക്കാണ്. എറണാകുളത്തെ പ്രഭാഷണ പരമ്പരയ്ക്ക് അഴീക്കോട് മാഷ് എത്തുമ്പോൾ അഴീക്കോട് വിശ്വംഭരൻ മാഷെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾ ആ പരിപാടിയുടെ അധ്യക്ഷനാകണം എന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് പറഞ്ഞു, എനിക്ക് ആ പരിപാടിയോടും നിങ്ങൾ തമ്മിലുള്ള വിവാദങ്ങളോടും എനിക്ക് താല്പര്യമില്ലല്ലോ. അല്ല, താല്പര്യത്തിൻ്റെ ഒന്നും പ്രശ്നമില്ല, എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് താങ്കൾ അവിടെ അധ്യക്ഷനാകുന്നത്. അപ്പം എനിക്ക് അഴീക്കോട് മാഷോട് ഈ വിഷയത്തിൽ യോജിക്കാനാവില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞാൻ അവിടെ അധ്യക്ഷനാവുക എന്ന് ചോദിച്ചു. അത് സാരമില്ല, അത് വിശ്വംഭരൻ എന്തും പറയാം,
അവിടെ എന്തും പറഞ്ഞു, എനിക്കതൊരു പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ അധ്യക്ഷനാവണം, നിങ്ങൾ അധ്യക്ഷനായാൽ ആ വേദിക്ക് ഒരു അനിഷേധ്യതയുണ്ടാകും എന്നുള്ളതായിരുന്നു ഉത്തരം. അവിടെ പിന്നെ ചോദ്യങ്ങളില്ല. വിശ്വംഭരൻ മാഷ് അധ്യക്ഷനാകുന്ന ഒരു വേദിയിൽ പിന്നെ ചോദ്യങ്ങളില്ല, ആ വേദിക്ക് ഒരു അനിഷേധ്യതയുണ്ടാകും. ആ പ്രസംഗം ചങ്ങമ്പുഴ എറണാകുളത്ത് രാജേന്ദ്ര മൈതാനം നടക്കുമ്പോൾ നിറഞ്ഞു കവിഞ്ഞ സദസ്സായി. അതിൽ വിശ്വംഭരൻ മാഷിൻ്റെ രസകരമായ ഒരു അധ്യക്ഷ പ്രസംഗം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയാണ്: ഡൽഹിയിലെ മലയാളികളുടെ ഒരു സമ്മേളന വേദിയിൽ ചലച്ചിത്ര താരം, സൂപ്പർ താരം പ്രേം നസീർ പ്രസംഗിക്കുകയാണ്. നസീർ പറഞ്ഞു, മലയാളത്തിൽ തത്വമസി എന്നൊരു നോവൽ ഇറങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര വിറ്റ് പോകുന്നുണ്ട്, ഭയങ്കര വിറ്റ് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ചങ്ങമ്പുഴയുടെ രമണന് ശേഷം ഇത്രയധികം വിറ്റുപോയ ഒരു നോവൽ വേറെയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അദ്ദേഹം പ്രേം നസീർ പറഞ്ഞു. എന്നിട്ട് മാഷിൻ്റെ അടുത്ത കമൻ്റാണ്, ആ നോവൽ വിറ്റ തുകയുടെ റോയൽറ്റി കൊണ്ടാണ് അഴീക്കോട് ഇപ്പോൾ വന്ന കാറ് മേടിച്ചതെന്നാണ് ഞാൻ കേട്ടത് എന്ന്. അപ്പോൾ ഇതിൻ്റെ രൂക്ഷമായ നർമ്മമുണ്ടല്ലോ, ഈ പരിഹാസം, സംഗതി എന്താണെങ്കിലും അത് കഴിഞ്ഞ് അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഞാനിത് പരിഹാസിക്കാൻ പറഞ്ഞതല്ല, തത്വമസി പോലെ അതിഗഹനമായ ഒരു വിഷയത്തെ ചങ്ങമ്പുഴയുടെ രമണനെ പോലെ അതിലളിതമായി എഴുതി എന്നും അതിൻ്റെ കൂടെ കൂട്ടി വായിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രസംഗം അവസാനിക്കുന്നത്. ഈ തരത്തിൽ പറയേണ്ടത് മറച്ചു പിടിക്കാതെ എവിടെയും പറയുന്ന ഒരു ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. തപസ്യയുടെ നമ്മുടെ സാംസ്കാരിക തീർത്ഥയാത്ര, സഹ്യാദ്രി തീര സാംസ്കാരിക തീർത്ഥയാത്ര നടത്തിയത് 40-ാം വർഷം. ആ യാത്ര നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നെയ്യാറ്റിൻകര CV രാമൻപിള്ളയുടെ തറവാടിൻ്റെ മുകളിൽ നമ്മൾ വണ്ടി നിന്നു, കണ്ണങ്കര തറവാടിൻ്റെ മുകളിൽ. അപ്പോൾ മാഷിൻ്റെ കാറിൽ ഞാൻ മാഷിൻ്റെ അടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ മാഷിനെ വിളിച്ചു, ഇവിടെ എന്തിനാണ് ഇറങ്ങുന്നത്? അപ്പം ഞാൻ പറഞ്ഞത് CV രാമൻപിള്ളയുടെ തറവാട് വീടാണ്, ഇവിടെ നമുക്കൊരു സ്വീകരണ പരിപാടിയുണ്ട്. അപ്പോൾ മാഷ് അതുവരെ ഇരുന്ന മാഷല്ല, പിന്നെ ഈ CV രാമൻപിള്ള എന്ന പേര് കേട്ടപ്പോൾ അദ്ദേഹം ഉറക്കെ ആത്മകഥം ചെയ്തു, ആണൊരുത്തൻ്റെ നാട്ടിൽ ഇറങ്ങാതെ പോകുന്നത് എങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നേക്കാൾ മുമ്പേ അത് റോഡിൽ നിന്ന് താഴോട്ടിറങ്ങി വേണം ആ വീട്ടിലേക്ക് ചെന്ന്. അവിടെ മൺചലാതൊക്കെ കൊളുത്തി വെച്ചിട്ടായിരുന്നു സ്വീകരണം. ആ തറവാട്ടിൻ്റെ മുറ്റത്ത് അദ്ദേഹം ഇങ്ങനെ അതുവരെ കാണാത്ത ഒരു പൗരുഷഭാവത്തിൽ അദ്ദേഹം നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് അതിശയം. അവിടെ ഒരു ഗംഭീര പ്രസംഗം, ഒരു 2-3 മിനിറ്റ് മാത്രമേ ആ പ്രസംഗത്തിൻ്റെ ദൈർഘ്യമുള്ളൂ. അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. അതിൽ അദ്ദേഹം പറയുന്നത്, CV രാമൻപിള്ളയെ കേരളത്തിൻ്റെ സാംസ്കാരിക നിരൂപക ലോകം തമസ്കരിച്ചു. കാരമസവ് സഹോദരന്മാർ എഴുതിയ ദസ്തയേവ്സ്കിയാണ് ആ കാലഘട്ടത്തിൽ രാമൻപിള്ളയ്ക്കൊപ്പം വെക്കാമായിരുന്നു, CVക്കൊപ്പം വെക്കാമായിരുന്നു ഒരേ ഒരാൾ. പിൽക്കാലത്ത് OV വിജയൻ അതിൻ്റെ അടുത്ത് കൂടിയൊക്കെ വന്നിട്ടുണ്ട് എന്നല്ലാതെ അതിനു മുമ്പോ അതിനു പിമ്പോ CV രാമൻപിള്ളയ്ക്ക് തുലനം ചെയ്യാവുന്ന ഒരാളുണ്ടായിട്ടില്ല. എന്നിട്ടും വിവരം കെട്ട നമ്മുടെ സാംസ്കാരിക ലോകം വാട്ടർ സ്പോർട്ടിനോടാണ് CV രാമൻപിള്ളയെ ഉപയോഗിക്കാൻ ധൈര്യം കാണിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകം, ഈ CVയെ തമസ്കരിക്കാൻ കോപ്പുകൂട്ടിയ മലയാളത്തിൻ്റെ നിരൂപണ സാഹിത്യ ലോകം CVയേക്കാൾ ആഘോഷത്തോടെ സ്വീകരിച്ചത് ഇന്നൊരു കുന്തള തൈലത്തിൻ്റെ പേരുള്ള ഒരു വലിയ നോവലിനെയാണ്. ആ വാചകം മനസ്സിലായിട്ടുള്ള ഈ കുന്തള തൈലത്തിൻ്റെ പേരുള്ള നോവൽ പഴയ നോവലിനെയാണ് എന്നാണ് പറഞ്ഞത്. ഇന്ദുലേഖ എണ്ണ ഉണ്ടായിരുന്നല്ലോ, ആ എണ്ണ അന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ തപസ്യയുടെ ജീവിതത്തിൽ ഒരു തപസ്യയുടെ സംഘാടകൻ എന്നുള്ള നിലയിൽ അങ്ങേയറ്റം കേരളത്തിൽ അംഗീകരിക്കപ്പെട്ട, എല്ലാവരും വളരെയധികം ബഹുമാനത്തോടെ കണ്ട, എല്ലാവരും വളരെയധികം അനുസരണയോടെ നിരീക്ഷിച്ച, അങ്ങേയറ്റം പ്രൗഢിയുണ്ടായിരുന്ന ഇതേ ആൾ തപസ്യയിലെത്തുമ്പോൾ തപസ്യയുടെ ഒരു സാധാരണ പ്രവർത്തകനായി മാറുന്നത് വളരെ അതിശയകരമായൊരു കാഴ്ചയായിരുന്നു. മാഷിനെ സ്വീകരിക്കാൻ പറ്റാത്തതായ പദവികളൊന്നുമില്ലാതിരിക്കെ മാഷ് വളരെ നിശബ്ദനായും
അങ്ങേയറ്റം ആനന്ദത്തോടെയും തപസ്യയുടെ പ്രവർത്തനം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലായത്. ഇടക്കാലത്ത് കുറച്ചു കാലം തപസ്യയിൽ നിന്ന് അകന്ന് നിന്ന സമയത്ത് ഞാൻ രജേട്ടനും ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാഷിനെ നമുക്കൊന്ന് കാണാൻ പോകണം, തിരികെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സഞ്ജയേട്ടൻ പറഞ്ഞത് മാഷ് പുറം ലോകം കാണട്ടെ, എല്ലാം കണ്ട് മടങ്ങി വരും. എവിടെ പോകാനാണ്? മാഷ് വേദങ്ങൾ അറിയുന്നവനാണ്, ഇതിഹാസങ്ങൾ അറിയുന്നവനാണ്, ഭാരതത്തെ അറിയുന്നവനാണ്. അങ്ങനെ അറിയുന്ന ഒരാൾക്ക് വേറെ എങ്ങും പോകാൻ വഴിയില്ല. ഇവിടെ പരാമർശിച്ച ഭാഗവതോത്സവത്തിൻ്റെ വിഷയങ്ങൾ നിശ്ചയിക്കണം എന്ന് വന്നപ്പോൾ ഞങ്ങൾ മാഷിൻ്റെ അടുത്ത് പോയി. അന്ന് ഈ മാഷ് ഇങ്ങനെ മാറി നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ മാഷിനോട് സംസാരിച്ചപ്പോൾ മാഷ് 7 ദിവസത്തേക്കുള്ള പ്രഭാഷണ വിഷയങ്ങൾ ഓരോന്നായിട്ട് എഴുതി തന്നു. ഇതെല്ലാം തന്നിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നേരം ഞങ്ങളോട് പറഞ്ഞു, ഞാൻ വരികയില്ല കേട്ടോ, നിങ്ങൾ നടത്തിക്കോ, ഞാൻ വരികയില്ല. ആ മാഷ് വന്നു, നമ്മുടെ കൂടെ ആ യാത്രയിലുടനീളം സഞ്ചരിച്ചു. എന്തായിരുന്നു തപസ്യയ്ക്ക് മാഷിന് തപസ്യ എന്നതിന് ഞാൻ ഒരു അനുഭവം കൂടി പറഞ്ഞു നിർത്താം. അത് ഹർഷൻ മാഷ് വർഷങ്ങൾക്ക് മുമ്പ് ജന്മഭൂമിയിൽ മാഷയെക്കുറിച്ച് എഴുതിയ ഒരു അനുസ്മരണ കുറിപ്പിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. തപസ്യയുടെ അങ്ങേയറ്റത്തെ അഭിമാനമായിരുന്നു തപസ്യയുടെ വാർത്തികം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം. ആ വാർത്തികം എന്ന പ്രസിദ്ധീകരണം നിലച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൽ, നിലച്ചു പോയേക്കാവുന്ന ഒരു കാലഘട്ടത്തിൽ, സാമ്പത്തികമായ ബാധ്യത, അച്ചടിക്ക് പൈസയില്ല എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു സംസ്ഥാന പ്രധാനപ്പെട്ട ആളുകളുടെ യോഗം ചെയ്തു പോകും. ഹർഷൻ മാഷ് അതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പ്രസിൽ കൊടുക്കാനുള്ള പൈസയെക്കുറിച്ചും ഒക്കെ അവിടെ പറഞ്ഞു. അപ്പോൾ ഇത് ഒരു പ്രശ്നമാണല്ലോ, സാമ്പത്തികം കണ്ടെത്തുക തപസ്യക്ക് എന്നൊരു പ്രശ്നമായതുകൊണ്ട് അതങ്ങനെ നിന്നു. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ വിശ്വംഭരൻ മാഷ് ഹർഷൻ മാഷോട് പറഞ്ഞു, ഹർഷൻ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ, നമുക്ക് വീട് വഴിയൊക്കെ ഒന്ന് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വംഭരൻ മാഷിൻ്റെ കൂടെ ഹർഷൻ മാഷ് അയ്യപ്പൻകാവിലെ മഞ്ജുഷ എന്ന് പറയുന്ന വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ വിശ്വംഭരൻ മാഷ് അകത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ അലമാരിയിൽ നിന്നോ ഇവിടെ നിന്നു ഒരു കെട്ട് നോട്ട്, പച്ച നോട്ട് എടുത്ത് ഹർഷൻ മാഷിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് എത്രയുണ്ട് എന്ന് എനിക്കറിയില്ല, ഞാൻ 1.5 വർഷം ജന്മഭൂമിയുടെ പത്രാധിപർ എന്നുള്ള നിലയിൽ ജോലി ചെയ്തപ്പോൾ അവർ തന്ന ശമ്പള തുകയാണ്. അതെത്ര തന്നു എന്നോ എത്രയുണ്ടെന്നോ മൊത്തം എനിക്കറിയില്ല. അതെല്ലാം ഉണ്ട്, ആ തന്ന അത്രയും തുക, അതിൽ നിന്നൊരു പൈസ അങ്ങോട്ട് കൊണ്ടുപോയില്ല. ഈ തുക ഞാൻ വാർത്തികത്തിന് വേണ്ടി തിരികെയാണ്. വാർത്തികം ഭംഗിയായിട്ട് നടക്കണം. ഇനി എന്തെങ്കിലും ബാധ്യതകൾ, പ്രശ്നങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ നോക്കൂ, നമുക്ക് പരിഹരിക്കാം. ഇതെന്തായാലും തൽക്കാലത്തേക്കുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് അദ്ദേഹം പറഞ്ഞു. നോക്കൂ, ഇത്രയും പ്രമുഖനായ ഒരു എഴുത്തുകാരൻ വാർത്തികത്തോട് കാട്ടിയൊരു പ്രതിപത്തി, തപസ്യയോട് കാണിച്ചൊരു മനോഭാവം, തപസ്യക്കൊപ്പം സഞ്ചരിക്കാൻ കാണിച്ചൊരു ആർജവം. ഈ ആർജവം തപസ്യ അദ്ദേഹത്തിന് ഒരു നന്ദിപൂർവമെങ്കിലും മടക്കി കൊടുക്കേണ്ടുന്ന അവസരങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തലാണ് എനിക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ, അദ്ദേഹത്തിൻ്റെ ജീവിത സാകല്യം എന്നൊക്കെ പറയാവുന്ന ഒരു മഹാരചനയാണ് മഹാഭാരത പര്യടനം, ഭാരതദർശനം, ഒരു പുനർവായന എന്നത്. ഈ 100,000 നുണയുടെ 100,000 ചൂട്ടുകറ്റകൾ കൊണ്ട് ഇരുട്ടത്ത് നമ്മളെ വഴി കാണിക്കാൻ നടക്കുന്ന ഒരുപാട് രാഷ്ട്രീയ ഭിക്ഷാന്തയികളായ എഴുത്തുകാർക്കിടയിൽ ധർമ്മത്തിൻ്റെ ഒറ്റ സൂര്യനായി കത്തിച്ചൊലിച്ച് നിന്നുകൊണ്ട് സത്യത്തിൻ്റെ വലിയൊരു വഴി തുറന്നിട്ട്, ഇതാണ് ശരിയായ വഴി, നിനക്ക് ഇതിലെ നടക്കാം, നടക്കാതെയും ഇരിക്കാം എന്ന് പറഞ്ഞൊരു വഴി തുറന്നിട്ട് നിന്നൊരു മനുഷ്യനോട് ആ വഴി അടുത്ത തലമുറയിലേക്ക് പകരേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന തിരിച്ചറിവ് 50-ാം വയസ്സിലെത്തി നിൽക്കുന്ന തപസ്യ ഏറ്റെടുക്കണം. കേരളം ഏറ്റവും കൂടുതൽ ആഘോഷിച്ച സാമൂഹ്യ സമത്വം എന്ന മഹാവിപ്ലവത്തിൻ്റെ, സമത്വത്തിന് വേണ്ടി മഹാവിപ്ലവം എന്ന് പറയുന്ന ആശയത്തെ, സോഷ്യലിസം എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് വിശ്വംഭരൻ മാഷ് പറഞ്ഞിട്ടുള്ളൊരു വലിയ നിരീക്ഷണമുണ്ട്. ഈ ദുസ്സഹമായ രാജഭരണങ്ങളുടെ അന്ത്യയാമങ്ങളിൽ ലോകചരിത്രം എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളതല്ലാതെ സർവസമത്വ വരദായിനിയായി മഹാവിപ്ലവത്തെ ഇത്രയും കാലം ആരും നേരിട്ട് കണ്ടിട്ടേയില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, വിപ്ലവം എന്ന് പറയുന്നത് നിലവിലുള്ള ഭരണ സംവിധാനങ്ങളെ കടന്നാശ്ലേഷിക്കാനുള്ള അധികാര വിടന്മാരുടെ ബലാത്സംഗ ശ്രമമായല്ലാതെ വിപ്ലവത്തെ കാണുക വയ്യ. സുഗമമായ ധർമ്മരാജ്യത്തിലേക്കുള്ള സുഗമമായ രാജപാത ശാന്തിയുടേതാണ്,
അത് വിപ്ലവത്തിൻ്റെതല്ല, അത് ഈ രാഷ്ട്രം ലോകത്തിന് നൽകിയ സംഭാവനയാണ്. ഈ സംഭാവന തലമുറകളിലേക്ക് പകരണമെങ്കിൽ മഹാഭാരത ദർശനം, മഹാഭാരത പര്യടനം എന്ന് പറയുന്ന ആ ഗ്രന്ഥം എല്ലാ തലമുറകളും ചർച്ച ചെയ്യുന്ന രീതിയിൽ എങ്ങനെ വ്യാപിപ്പിക്കാൻ പറ്റും, അതെങ്ങനെ ഒരു ദർശന സമീക്ഷയായിട്ട് നമ്മുടെ പുതിയ കാലങ്ങളിലേക്ക് നടത്താൻ പറ്റും എന്നുള്ളതിന് പര്യാലോചന തപസ്യ വളരെ ഗൗരവത്തോടെ നടത്തേണ്ടതാണ്. പല 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 വർഷങ്ങളായി ഇത് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്. എന്നാൽ പോലും ഒരിക്കൽ അദ്ദേഹം ജീവിച്ചിരിക്കെ എല്ലാ ജില്ലകളിലും അത് നടത്തണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇനി ഞാനല്ലല്ലോ അത് പറയേണ്ടത്, നിങ്ങളല്ലേ എന്ന് അദ്ദേഹം നിസ്സംഗനായി ചിരിച്ചു. ഒടുവിൽ നമ്മൾ എന്തായാലും പറയില്ല എന്ന് ബോധ്യം വന്നപ്പോൾ അദ്ദേഹം ഒരിക്കൽ എതികിട്ട് പറഞ്ഞു, നിങ്ങൾ പരിപാടി നടത്തിയാൽ 14 ജില്ലയിലും ഒരു തവണ ഞാൻ വന്ന് സംസാരിക്കാം എന്നും പറഞ്ഞു. പക്ഷേ അതിനുള്ള ഇട നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തില്ല. അദ്ദേഹം സംസാരിക്കാനുള്ള അവസ്ഥ അദ്ദേഹത്തിന് കാലവും കൊടുത്തില്ല. പക്ഷേ തപസ്യ വളരെ ഗൗരവത്തോടെ ഈ പുതിയ കാലത്ത് മഹാഭാരതത്തിൻ്റെ നേര് തിരയുന്ന എല്ലാവരും അത് വെച്ച് കെട്ടുകഥകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലത്ത് ധർമ്മത്തിൻ്റെ ആ സൂര്യപ്രകാശത്തെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ ഈ സ്മരണ ഉപകരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.